ഓക്കെ, നമുക്ക് ആരംഭിക്കാം. നമ്മുടെ പെർസെൻറ്റേജ് അഥവാ ശതമാനം, അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം. ഓക്കെ, യെസ്. നമുക്ക് ഇതിന്റെ ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ചില പ്രോബ്ലംസിന് നമുക്ക് ഫോർമുലാസിന് ചെയ്യാനായിട്ട്, അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിനൊപ്പം നമുക്ക് അതിന്റെ ഫോർമുലയും അതിന്റെ എളുപ്പവഴികളൊക്കെ പറഞ്ഞു പോവാം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 23 ÷ 184 എന്നാൽ എത്ര ശതമാനം? ഇതിന്റെ ശതമാനം നമുക്ക് കണ്ടുപിടിക്കണം. ഇത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു ഭിന്നസംഖ്യയെ നമുക്ക് ശതമാനമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന് നമ്മൾ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, ഒരു ഭിന്നസംഖ്യ ശതമാനത്തിലാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് 100 കൊണ്ട് ഗുണിക്കാം, അല്ലേ? എല്ലാവരും ഒന്ന് ഗുണിച്ചു നോക്കിയാൽ 23 ÷ 184 × 100. ഓക്കെ, 23 ÷ 184 × 100. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ എത്ര ശതമാനം എന്നാണ് കിട്ടാന്ന്. നമുക്ക് കോമൺ ആയിട്ട് അവിടെ ഒരാളവിടെ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. യെസ്, ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതൊന്നും എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. നമുക്കൊരു ഭിന്നസംഖ്യയെ ശതമാനത്തിലാക്കാനായിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? ഓക്കെ, കട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ ചെയ്തോളൂ, എൻ്റെ ഒപ്പം ചെയ്തോളൂ. ഓക്കെ, 23 × 25 ചെയ്യാം മുകളിൽ, അല്ലെ? 23 × നമ്മള് 25 ചെയ്യുന്നു. അപ്പൊ എത്ര വരും? 5 × 3 15, 1, 5 × 2 10, 11, 2 × 3 6, 2 × 2 4, അല്ലെ? അപ്പൊ എത്ര വരും? 5, 6, 1 7, 4, 1 5. നമുക്ക് 575 ÷ 46 വരും, അല്ലെ? അല്ലെ, ഇവിടെ ഇത്രയും ചെയ്യണ്ട കേട്ടോ, സോറി, ഇവിടെ ഇത്രയും ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 23 46, അല്ലെ? 2 പ്രാവശ്യം പോകും, അല്ലെ? ഇവിടെ 23 46 23 2 പ്രാവശ്യം പോകും. ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല കേട്ടോ ഇവിടെ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി എന്ത് വരും? 25 ÷ 2 വരും. 25 ÷ 2 വരും. ഓക്കെ, ഇവിടെ ചെയ്ത് നോക്കിയേ. 22 ÷ 2 എന്ന് പറയുമ്പോ എത്ര വരുന്നേ? 2 × 2 4, ഇവിടെ 1. നമുക്ക് എന്ത് ആൻസർ വരും? 12 1/2. 12 1/2 ശതമാനമാണ് നമുക്ക് ആൻസർ വരാം. നമ്മുടെ ഓപ്ഷനിലെ ആൻസർ ഉണ്ടല്ലോ, ഉണ്ട്. നിങ്ങൾക്ക് ചെയ്തിരുന്നോ? ഒന്നുകൂടി ചെയ്ത് കാണിക്കണോ? നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നുകൂടി ചെയ്ത് കാണിക്കണോ? ഓപ്ഷൻ ബി ഉത്തരം കിട്ടിയിരുന്നു നേരത്തെ തന്നെ, അല്ലെ? നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ. 23 × 184 × 100 നമ്മള് കാൽക്കുലേറ്റ് ചെയ്തു, അല്ലെ? അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ ചെയ്താൽ മതി. നമുക്ക് കട്ട് ചെയ്ത് കളയാം. അംശവും ചെയ്തു കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് 12% ആൻസർ കിട്ടി. എല്ലാവർക്കും ചെയ്ത് കിട്ടിയോ? ചെയ്ത് കാണിക്കണമെങ്കിൽ ഒന്നുകൂടി കാണിക്കണമെങ്കിൽ പറയാം. നമ്മൾ പറഞ്ഞ് ഏതൊരു ഭിന്നസംഖ്യയിലും 100%, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ശതമാനത്തിലാക്കാനായിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കിയേ. 1/2 ഒന്ന് ശതമാനത്തിലേക്ക് ആക്കിയേ. 1/2 ശതമാനത്തിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/2 × 100 ചെയ്യണം, അല്ലെ? നമുക്ക് എത്ര വരാം ഇവിടെ? അപ്പൊ എന്ത് വരും? 50% വരും, അല്ലെ? ഓക്കെ, കിട്ടിയോ? ഇനി വേറൊരു ഭിന്നസംഖ്യ കൂടി ഞാൻ തരാം. നമുക്കൊരു 125 ÷ 25. ഇതിനെ ഒന്ന് ശതമാനത്തിലേക്ക് ആക്കിയേ. നമുക്ക് എന്ത് വരും? 25 5 പ്രാവശ്യം പോവും.
ഇവിടെ ഒരു പ്രാവശ്യം പോവും, അല്ല ഇൻറ്റു 100 അല്ലെ, ഇൻറ്റു 100 ഇട്ട് ചെയ്യണം. 5 × 100 500% വരും അല്ലെ, 500% എന്ന് നമുക്ക് വരും. അപ്പൊ ഒരു ഭിന്നസംഖ്യയുടെ ശതമാനത്തിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിക്കുക. ഇത് ക്ലിയർ ആയി എല്ലാവർക്കും? ഒരു ഭിന്നസംഖ്യയുടെ ശതമാനത്തിലാക്കാനായിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചോദ്യം കൂടി ഇടാം, ഒരെണ്ണം കൂടി ചെയ്തോ. 5/4 ഒന്ന് ശതമാനത്തിലേക്ക് ആക്കാം. 5/4 × 100 നമുക്ക് ചെയ്യാം അല്ലെ. 4 നമുക്ക് വെട്ടിക്കളയാം. 2 4 20 25 × 5 125%. 5/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 125%. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. അടുത്താണ് 3.25 ശതമാന രൂപം എത്ര? ഓക്കെ, ശതമാന രൂപം എത്ര? അതായത് ഒരു ഡെസിമൽ ആണ്, ഒരു ദശാംശത്തെ നമ്മൾ ശതമാനമാക്കണം. നേരത്തെ നമ്മളൊരു ഭിന്നസംഖ്യയുടെ ശതമാനമാക്കാനാ പറഞ്ഞ് 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇനി 3.25 ശതമാന രൂപം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മളോട് എഴുതിയിട്ടുണ്ട്, ഒരു ദശാംശ സംഖ്യയെ ശതമാനമാക്കാനായിട്ട് 100 കൊണ്ട് ഗുണിക്കണം. 3.25 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 3.25 ഇൻറ്റു 100 ചെയ്യാം. നമുക്ക് എത്ര വരാം? അപ്പോ നമ്മൾ ഡെസിമൽ കണക്കാക്കാതെ നമ്മൾ ഇവിടെ എഴുതാണെങ്കിൽ 325.00 വന്നു അല്ലെ. 2 ഡെസിമൽ നീക്കിയിട്ട് നമ്മള് ഇവിടെ 2 ദശാംശ സ്ഥാനമുള്ളേ അല്ലെ, ദശാംശിക്കേണ്ട 2 സ്ഥാനമുള്ളേ. 2 സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? നമുക്ക് 325 നമ്മുടെ ആൻസർ വരും അല്ലെ. 325% ആൻസർ വരും. നമ്മുടെ ഓപ്ഷനിൽ 325% ഉത്തരമുണ്ട് അല്ലെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഒരു ദശാംശ സംഖ്യയെ നമുക്ക് ശതമാന രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 1.5 ശതമാന രൂപം ഒന്ന് ചെയ്തേൻ. 1.5 ശതമാന രൂപം ചെയ്തിട്ടൊന്ന് ഉത്തരം കമന്റ് ചെയ്തേൻ. 1.5 ശതമാന രൂപം എന്ത് ചെയ്യണം? 1.5 × 100 നമ്മൾ ചെയ്യണം. എത്ര വരാ? ആൻസർ കമന്റ് ചെയ്യാം. ഓക്കെ, അനീഷ പറഞ്ഞിട്ടുണ്ട് 150 അല്ലെ. നമ്മൾ എന്താ ചെയ്യണേ? 15 100 100 അല്ലെ. ഒരു സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പൊ എത്ര വരാ? 150% നമുക്ക് വരാ. ഓക്കെ, 150%. ആതിര ജോസ്, മെൽവി, നേഹ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ടൈപ്പിലേക്ക് പോയിക്കോട്ടെ. നിങ്ങൾ ചെയ്തെത്തുന്നില്ലേ കൂടെ? ഗുണനൊക്കെ സമയമെടുക്കുന്ന ആൾക്കാർ വീണ്ടും ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് നോക്കിയിട്ട് സമയമെടുത്ത് ചെയ്ത് നോക്കി ഉത്തരത്തിലേക്ക് എത്തണം കേട്ടാ. പിന്നെ വീഡിയോ റെക്കോർഡർ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു ദശാംശ സംഖ്യയെ ശതമാനമാക്കാനായിട്ട് 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അടുത്ത ടൈപ്പിലേക്ക് പോവാം. 8ന്റെ 100% എത്ര? 8ന്റെ 100% എത്ര? നമ്മുടെ 8 × 100/100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരണേ? വെട്ടിക്കളഞ്ഞു. 8% വരുന്നേ. ഉത്തരം 8 അല്ലേ. 8ന്റെ 100%, 8 × 100/100 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8%. അപ്പൊ നമ്മൾ പറയുന്ന ഇതാണ്, അതായത് ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെയാണ് അല്ലെ. ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ എന്താ? ആ സംഖ്യ തന്നെയാണ് അല്ലെ. ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെയാണ്. ഓക്കെ, ഇനി പറയാണ് നമ്മളോട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു സംഖ്യയുടെ 100% ആ സംഖ്യ തന്നെയായിരിക്കും. 25ന്റെ 100% കണ്ടേ. 25ന്റെ 100% എത്ര വരാ? 25 തന്നെയാണ്. നമ്മൾ 25 × 100/100
100 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരാ? ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. 25 അല്ലെ? 25% തന്നെയായിരിക്കും. ഓക്കെ. അപ്പൊ ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, എഴുതിയോ? നെക്സ്റ്റ് 54ന്റെ 33.1/3% എത്ര? 54ന്റെ നമ്മുടെ ചോദ്യം ഇതാണ്. 54ന്റെ 33.1/3% എത്ര? അല്ലെ? അപ്പൊ 33.1/3/100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 33.1/3 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നോർമൽ ഫ്രാക്ഷൻ ആക്കണം. അത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എടുക്കണേ. 33.1/3 നമ്മൾ നോർമൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എങ്ങനെയാ? സാധാരണ ഭിന്നാക്കുക. 33 × 3 99, 99 + 1 100, 100/3 അല്ലെ? 100/3% നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? 54 × 100/3 ÷ 100 അല്ലെ? ഇങ്ങനെയാണ് നമുക്ക് വരാം. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ നമുക്ക് ഹരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ആദ്യത്തെ ഭിന്നസംഖ്യ ഇൻറ്റു രണ്ടാമത്തേന്റെ റെസിപ്രോക്കലാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് 100/3 ÷ 100 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 100 ÷ 1 എന്നാണ് ഇത് കണക്കാക്കുക. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് 100/3 × 1/100 എന്നുള്ള രീതിയിൽ എഴുതണം. ഓക്കെ, നമുക്ക് ചെയ്യാം. 54 × 100/3 × 1/100 അതായത് 100/3 ÷ 100/1 എന്നുള്ള രീതിയിലാണ് എടുക്കണേ. നമ്മൾ എന്ത് ചെയ്യും? 100/3 ഇൻറ്റു ഈ 100നെ തലതിരിച്ചിട്ടു അല്ലെ? ഇതിനെ തലതിരിച്ചിടുമ്പോൾ എങ്ങനെയാ? റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ്? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/100 ആണ് വരാം. നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം. 54ഉം 3ഉം തമ്മിൽ നമുക്ക് ചെയ്യാം. ഇവിടെ 1. ഓക്കെ, 6 4 24. നമുക്ക് 16 ഉത്തരം വന്നില്ലേ? 16% നമുക്കിവിടെ ഉത്തരം ഓപ്ഷനിലുണ്ട്. ശരിയല്ലേ? എല്ലാവർക്കും കിട്ടിയോ? അത് ഇതിനകത്ത് കൺവേർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. അതുപോലെ തന്നെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഹരിക്കുന്ന പരിപാടി. ഓക്കെ, രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഉള്ളത്. രണ്ട് ഭിന്നസംഖ്യകൾ നമ്മൾ ഹരിച്ച് നമ്മളിപ്പോ 1/2 ഹരണം 3/4 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മളിത് പഠിച്ചതാണ്. 1/2 × 4/3. ഈ 3/4 നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ ചെയ്യണം. അത് നേരെ തലതിരിച്ചിടാം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ട്. ചെയ്തോ? എല്ലാവരും ചെയ്തെത്തിയോ? ആൻസർ 18 ആണോ? 18 അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. 54ന്റെ ആൻസർ 18 ആണല്ലേ? 18. ഞാൻ ചെയ്തപ്പോ തെറ്റിയിട്ടുണ്ടോ? സോറി ട്ടാ. ഇവിടെ ആൻസർ വരുന്നത് എത്രയാണ്? 18 ആണ് ആൻസർ പറഞ്ഞേട്ടാ. ആൻസർ വരുന്നത് എങ്ങനെയാ? കാരണം ഇവിടെ 54/3 ചെയ്യുമ്പോ ഒരു 3 3 ഇവിടെ 24 എന്ന് പറയുമ്പോൾ 8 × 3 24 ആണ്. ഇവിടെ ആൻസർ വരുന്നത് 18 ആണ് കേട്ടാ. എല്ലാവരും ഒന്ന് തിരുത്താം. 18 ട്ടാ. 18 ആണ് ആൻസർ വരണത്. ഓക്കെ, എല്ലാവരും കിട്ടിയാ? 18 ആണ് നമ്മുടെ ആൻസർ വരണത്. ഓക്കെ, ഗുഡ്. അടുത്തേക്ക് പോവാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് 2014 LTCയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു സംഖ്യയുടെ 8% 250 ആണെങ്കിൽ സംഖ്യ ഡാഷ് ആണ് അല്ലെ? ഒരു സംഖ്യ, അത് ഏത് സംഖ്യ നമുക്ക് അറിയില്ല. ആ ഒരു സംഖ്യയെ നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. x × 8/100 250. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 8/100 നമ്മള് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. 8/100 അങ്ങോട്ട് പോകുമ്പോ എന്താവും? 100. ഇവിടെ ഡിവിഷൻ ആണ്. ഈ 100 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. നമ്മൾ 8നെ നമുക്ക് താഴ്ത്തിക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒന്ന് ഉത്തരം പറഞ്ഞേ. ഉത്തരം ചെയ്തോ?
250 ഇൻറ്റു 100/8 ചെയ്തേ. ഞാൻ ഇവിടെ ചെയ്തോളാം, നിങ്ങൾ ചെയ്ത് ഉത്തരം പറയാം. ആൻസറിലേക്ക് എത്തിയോ? ആൻസറിലേക്ക് എത്തിയോ നിങ്ങള്? ഇത് 250 ഇൻറ്റു 100/8 ചെയ്യാം. ആൻസർ സി 3125 വരണത് അല്ലെ? 3125 നമുക്ക് ആൻസർ വരണത്. 3125. ഇവിടെ ചെയ്ത് കാണിക്കണോ? ആരെങ്കിലും ചെയ്ത് കാണിക്കണോ? ഇൻറ്റു ചെയ്താൽ മതി അല്ലെ? ഫൈനലി നമുക്ക് 125 25 വരും. 250 ഇൻറ്റു 100/8 ചെയ്യുമ്പോൾ 125 ഇൻറ്റു 25 വരും. നമ്മുടെ ഗുണനം ഒന്ന് നമ്മൾ സ്പീഡാക്കിയാൽ മതി. ഒന്ന് സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഉത്തരം എന്താണ്? 3125. ഇതിലേക്ക് പോവാം. അപ്പൊ ഇതിനൊരു ഫോർമുല ഉണ്ട് കേട്ടോ. ഇതിലൊരു ഫോർമുല ഉണ്ട്. നമുക്കിത് ഇങ്ങനെ ചെയ്യാം. ഒരു ഫോർമുല ഉണ്ട്, അത് എഴുതിക്കോ. ഒരു സംഖ്യയുടെ x% എന്ന് പറയുന്നത് y ആയാൽ സംഖ്യ y/x ഇൻറ്റു 100. ഇതൊന്ന് എഴുതി വെച്ചേൻ. ഈ ഒരു ഫോർമുല ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേൻ. ഒരു സംഖ്യയുടെ x% y ആണെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞു ഒരു സംഖ്യയുടെ 8% എന്ന് പറയുന്നത് എത്രയാ നമ്മളോട് പറഞ്ഞേ? 250 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഈ ഫോർമുല ഇട്ടിട്ട് ഇതൊന്ന് ചെയ്തു നോക്കിയേ. അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? y/x ഇൻറ്റു 100 ആണ്. നമുക്കിവിടെ y എന്ന് പറഞ്ഞാൽ 250 x എന്ന് പറഞ്ഞാൽ 8 നമുക്ക് എന്ത് ചെയ്താൽ മതി? 250 ഡിവൈഡഡ് ബൈ 8 അല്ലെ ഇൻറ്റു 100. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഒരു ഫോർമുല ഉള്ളത് ഇതാണ്. ഒരു സംഖ്യയുടെ x% y ആണെങ്കിൽ സംഖ്യ y/x ഇൻറ്റു 100 എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർമുലയിൽ ഇട്ട് വേണം ചെയ്ത് നോക്കാം. ഇതിലെല്ലാം കുറെ പ്രോബ്ലംസ് നമുക്ക് ഫോർമുല ഉണ്ട്. പക്ഷെ ഈ ഫോർമുല മുഴുവനും നമുക്ക് ഓർത്ത് വെക്കാനും പഠിക്കാനും അത് പരീക്ഷ ഹോളിൽ അപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഫോർമുല ഇല്ലാണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ചില പ്രോബ്ലംസ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഫോർമുല ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫോർമുല എപ്പോഴും റിവൈസ് ചെയ്യണവർക്ക് ഫോർമുലയൊക്കെ ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആ സമയത്ത് ഫോർമുല വെച്ചിട്ടൊന്നല്ല, നമുക്കിതൊന്നും ചെയ്ത് ആരും സ്റ്റെപ്പ് ഒന്നും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് ഏത് മെത്തേഡിലാണോ ആ മെത്തേഡിൽ എത്താവുന്നതാണ്. ഓക്കെ, അടുത്തേക്ക് പോവാം. 20ന്റെ 5% പ്ലസ് 5ന്റെ 20%. അതിന് ഉത്തരം കാണാം. അതായത് 20ന്റെ 5% അല്ലെ പ്ലസ് 5ന്റെ 20%. ഇതിലൊരു ഫോർമുല ഉണ്ട്. പക്ഷെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർമുലയ്ക്ക് പോവാം. ഓക്കെ, നമുക്കിത് കാണാം അല്ലെ. 20ന്റെ 5%. 20 ഇൻറ്റു 5/100 എന്ന് വെച്ചാൽ എത്രയാ? 5/100 എന്ന് വെച്ചാൽ 1/20 അല്ലേ? 1/20 നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കളയാം. ഇവിടെ തന്നെ എന്താണ്? ഇവിടെ 25 10 0. ഇവിടെ 20 കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ 5, ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ 1 + 1 = ആൻസർ എത്ര? ആൻസർ കമന്റ് വന്നു. ആൻസർ 2 എന്ന് ഇവിടെ കമന്റ് വന്നിട്ടുണ്ട്. നമുക്ക് 1 + 2 2 കിട്ടുന്നത് ഉത്തരം. ഓക്കെ,
എല്ലാരും കിട്ടിയോ ഇത്? ഇരുപതിന്റെ 5% പ്ലസ് 5ന്റെ 20%. ഇതിന്റെ ഫോർമുല ഉണ്ട്, അത് പറഞ്ഞുതരാം. ഫോർമുലയില് ഉണ്ടെന്ന് തോന്നുന്നു. ഫോർമുല ഇവിടെ എഴുതി തരാം. ഫോർമുല പറഞ്ഞുതരാം. എയുടെ ബി ശതമാനവും എയുടെ ബി ശതമാനവും എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും ബിയുടെ എ ശതമാനവും തുല്യമായിരിക്കും. തുല്യമായിരിക്കും. എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും തുല്യമായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? എ എന്ന് പറയുന്നത് നമുക്ക് 20 അല്ലേ? ഓക്കെ. ബി എന്ന് പറയുന്നത് എത്രയാ? ബി എന്ന് പറയുന്നത് 5. അപ്പൊ എയുടെ ബി ശതമാനം എന്ന് പറയുമ്പോ 5, ബിയുടെ എ ശതമാനം എന്ന് പറയുമ്പോ 20. അപ്പൊ അത് രണ്ട് തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് ഒന്നിന്ന് ഉത്തരം കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഈ ഒരു ഫോർമുല നമുക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടാ. ഓക്കെ, ഇത് രണ്ട് തുല്യമായിരിക്കും. ഓക്കെ, ഫോർമുല ഇല്ല, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, അടുത്തേക്ക് പോവാം. ഒരു സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും. സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ, അല്ലെ? ഒരു സംഖ്യയുടെ 20% 48 കൂട്ടാം. സംഖ്യ ഏതാന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്തു? സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എക്സ് ഇൻറ്റു 20/100 പ്ലസ് 48. ഒരു സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുന്ന പറയുമ്പോൾ നമുക്ക് എക്സ് തന്നെയാണ് കിട്ടുക, അല്ലേ? എക്സ് ഇൻറ്റു 20/100 പ്ലസ് 48 ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കട്ട് ചെയ്ത് കളയാൻ പറ്റും, ഇല്ലേ? 20/100 കട്ട് ചെയ്താൽ തന്നെ എങ്ങനെയാ വരണേ? ഇവിടെ 1/5 ആണ്. അതായത് 1/5x പ്ലസ് 48 ഈക്വൽ ടു എക്സ്, അല്ലേ? എക്സിനെ നമുക്ക് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ആക്കിക്കൂടെ? ഇവിടെ ഉത്തരം വന്നു കഴിഞ്ഞു, അല്ലേ? ഉത്തരം എത്രയാ വരുന്നേ? ഉത്തരം ഓപ്ഷൻ സി വന്നിട്ടുണ്ട്. ശരിയാണ്, ഓപ്ഷൻ സി ആണ് ഉത്തരം വരാം. ഓക്കെ, ഇവിടെ 1/5x, ഈ എക്സിനെ ഇങ്ങടേക്ക് കൊണ്ടുവരാം. അപ്പൊ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. 1/5x മൈനസ് എക്സ് ഈക്വൽ ടു നമുക്ക് 48 അങ്ങോട്ട് കൊണ്ടുപോവാ, -48 ആവും, അല്ലേ? ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എക്സ് മൈനസ് 5x, അല്ലേ? 5x ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു -48 ആണ് വരാം. ഇവിടെ എന്ത് വരും? നമുക്ക് എക്സ് മൈനസ് 5x എന്ന് പറഞ്ഞാൽ എത്രയാ വരാം? എക്സ് മൈനസ് 5x എന്ന് പറയുമ്പോൾ -4x ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഈ 5നെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, അല്ലേ? അപ്പൊ -48 ഇൻറ്റു 5 ആണ്. രണ്ട് സൈഡിലും മൈനസ് നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. എക്സ് ഈസ് ഈക്വൽ ടു 48 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4. ഈ 4 എന്ത് ചെയ്യും? ഈ 4 ഇങ്ങോട്ടേക്ക് പോകുന്നു. നമുക്കിവിടെ കട്ട് ചെയ്യാം, അല്ലേ? 48ൽ 4 ഇവിടെ ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, 12 × 5 വരും. നമുക്ക് എന്താണ്? 15 60. നമ്മുടെ ഉത്തരം വരുന്നത് 60 ആണ്. നമ്മുടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇതൊന്നും കൂടി പറഞ്ഞു തരണോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ ഇത്? ചെയ്ത് കാണിക്കണമെങ്കിൽ ഒന്നും കൂടി പറയാട്ടോ. ചെയ്ത് കാണിക്കാം, വേണം, പറഞ്ഞുതരാം. നമുക്കിവിടെ തുടക്കം എങ്ങനെയാ വന്നത്? ഞാനിതൊന്ന് മാച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ,
ഒന്നുകൂടി പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു സംഖ്യ നമുക്ക് എക്സ് അല്ലെ, അതിന്റെ 20% അതിന്റെ 20/100 നമ്മൾ എന്താണ് 48 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ കിട്ടും. ഇപ്പൊ ക്വസ്റ്റ്യനെ നമ്മളൊരു ഫോർമുലയ്ക്ക് കൊണ്ടുവന്നു. ഇനി ഈ ഫോർമുല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ഇതാണ്. അപ്പൊ ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഇതിനെ നമുക്ക് ചെയ്യാം. അതായത് എക്സ് ഇൻറ്റു 20/100 പ്ലസ് 48 ഈക്വൽ ടു എക്സ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 20/100 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം അല്ലെ. 100ൽ 20 5 പ്രാവശ്യം അല്ലേ, ഇവിടെ 5 ചെയ്തു. അപ്പൊ ഇവിടെ 1/5x എന്നാവും. നമുക്ക് എങ്ങനെ എഴുതാം? 1/5x പ്ലസ് 48 സമം എക്സ് അല്ലെ. ഇനി എക്സ് ഉള്ളതിനെ നമുക്ക് ഒരുമിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പർ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ 1/5x ഈ പോസിറ്റീവ് എക്സിനെ നമ്മൾ ഈ ഇടത്തോട്ട് കൊണ്ടുവരുമ്പോ -x ആവും ഈക്വൽ ടു ഈ പ്ലസ് 48 അപ്പുറത്ത് പോകുമ്പോ -48 ആവും. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനിവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെ 1x ഇൻറ്റു 1 എന്ന് പറയുമ്പോ എക്സ് ആണ് വരാ, -x ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ -5x ഡിവൈഡ് ബൈ 5. ഇത് നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ. ഇവിടെ -48. ഇനി നോക്കാം, ഇവിടെ എക്സ് -5x എക്സ് പോയിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. ഇവിടെ വലുത് 5x ആണ്, അതുകൊണ്ട് തന്നെ -4x ആണ് വരാം. -4x ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു -48 ആണ്. നമുക്ക് ഈ 5നെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. -4x ഈക്വൽ ടു -48 ഇൻറ്റു 5. ഓക്കെ. നമുക്ക് ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് എന്താണ് മൈനസ് ആണ്. ഇത് കാണിച്ചു തരാം. എക്സ് ഈസ് ഈക്വൽ ടു -48 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ, നമുക്ക് ഈ -4 ഇവിടേക്ക് പോരും. അതായത് ഒരു രണ്ട് മൈനസുകൾ തമ്മിൽ ഹരിക്കുകയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവിനെ കളയാം. നമുക്ക് ഓൾറെഡി മനസ്സിലായ, രണ്ട് മൈനസ് സംഖ്യകൾ തമ്മിൽ ഹരിക്കുവാണെങ്കിൽ ഉത്തരം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 48 4 തമ്മിൽ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 4ൽ 4 ഒരു പ്രാവശ്യം, 8ൽ 4 രണ്ട് പ്രാവശ്യം, 12 ഇൻറ്റു 5 എത്രയാ? 60 വരും. ഇപ്പൊ ക്ലിയർ ആയാ? ഓക്കെ, ക്ലിയർ ആയാ? ഇപ്പൊ കിട്ടിയാ ബിത? കാൽക്കുലേഷൻ മനസ്സിലായാ? യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാട്ടാ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അതിനു മുന്നേ ഇതിന് നമുക്കൊരു ഫോർമുല ഉണ്ട് കേട്ടോ. അതിനൊരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല നിങ്ങളൊന്ന് എഴുതി വെച്ചോ. ഒരു സംഖ്യയുടെ x% y കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ y/100 - x ഇൻറ്റു 100 ആയിരിക്കും. നിങ്ങൾ ഈ ഫോർമുല ഇട്ടിട്ടും കൂടിയിട്ട് ഈ പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് എഴുതി വെച്ചോ. ഫോർമുലയും കൂടി ഇട്ടിട്ട് ചെയ്ത് നോക്കാം. ഫോർമുല എല്ലാം ഓർത്ത് വെക്കലും നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നമുക്ക് അല്ലാണ്ട് ചെയ്യാം. ഓക്കെ. ഒരു സംഖ്യയുടെ x% y കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ y/100 - x ഇൻറ്റു 100 ആയിരിക്കും. നമ്മളിവിടെ ചോദ്യത്തിൽ എന്തായിരുന്നു? ഒരു സംഖ്യയുടെ 20% 48 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ ചോദ്യം. ചോദ്യത്തിൽ നമ്മുടെ x% എന്ന് പറയുന്നത് 20% y കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 48 കൂട്ടാം. y 48 ആയിരുന്നു. അപ്പോൾ ഇതിട്ടിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈ ഫോർമുല ഇട്ടിട്ട് എളുപ്പത്തിൽ ചെയ്ത് നോക്കാം അല്ലെ. ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ y 48 x 20. എളുപ്പത്തിൽ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്. ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. 100 - 20 × 100. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാട്ടാ. ചെയ്ത് നോക്കിയോ? ഇപ്പൊ തന്നെ ചെയ്ത് നോക്കിക്കോ. ചെറിയ കാൽക്കുലേഷൻ ആണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. കിട്ടിയ ഫോർമുല വെച്ച് ചെയ്യാൻ കിട്ടിയാ?
ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടി. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഒരു സംഖ്യയുടെ 50% 450 കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഇതിന് ഫോർമുല ഉണ്ട്, പക്ഷെ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ഫോർമുലയ്ക്ക് പോവാം. ഒരു സംഖ്യയുടെ 50% നമ്മൾ 450 കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യ നമുക്ക് അറിയില്ല ഏത് സംഖ്യയാണ്. എക്സ് ആന്ന് വിചാരിച്ചോ. എക്സിന്റെ 50% അല്ലേ? 50%. 50/100 എന്ന് വെച്ചാൽ 1/2 അല്ലെ? അതിനോട് നമ്മൾ 450 കൂട്ടി, അപ്പൊ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടും. അതായത് 2x ആണ്. ഈ എക്സിന്റെ ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x അല്ലേ? 2x. നമുക്ക് ഫോർമുലയായി, നമുക്ക് ഫോർമുല ചെയ്താൽ മതി. 50/100 എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ 1/2 ആണ്. അതായത് 1/2x പ്ലസ് 450 സമം 2x. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഉത്തരം വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരം വന്നിട്ടുണ്ട്. നമുക്ക് 300 ഉത്തരം വന്നിട്ടുണ്ട്. യെസ്. അപ്പൊ ഇവിടെ ചെയ്യാം. 1/2x പ്ലസ് 450 സമം 2x. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? 1/2x മൈനസ് 2x സമം മൈനസ് 450. ഇവിടെ എന്ത് ചെയ്യാം? എക്സ് മൈനസ് 4x ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു മൈനസ് 450. ചെയ്ത് നോക്കാം. ഇവിടെ എത്ര വരും? മൈനസ് 3x ഈക്വൽ ടു മൈനസ് 450. എക്സ് ഈസ് ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 3 ആണ് വരാം. അല്ല, 450 ഇൻറ്റു 2 അല്ലെ? 450 ഇൻറ്റു 2. ഇവിടെ 3x/2 ഇല്ലേ? ഓക്കെ, 450 ഇൻറ്റു 2/3 ആണ് വരാം. ഇവിടെ എത്ര വരും? 150 300 വരും. കിട്ടിയോ ഉത്തരം? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യണ്ടേ. ഓക്കെ, ഉത്തരം കിട്ടിയിട്ടുണ്ട് പലർക്കും. ഇതിന്റെ ഫോർമുല നമ്മൾ എഴുതി വെച്ചോ. ഒരു സംഖ്യയുടെ x% y കൂട്ടിയാൽ അല്ലെ? x% എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എത്ര വന്നേ? 50% y കൂട്ടിയാൽ y എന്ന് പറയുന്നത് 450 ആണ്. സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ. സിമ്പിൾ ആയിട്ട് ഫോർമുല എഴുതാം. y/200 മൈനസ് x ഇൻറ്റു 100 അല്ലെ? നേരത്തെ നമ്മൾ 100 മൈനസ് x ആണ്. അപ്പൊ ഇരട്ടി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 200 ഇട്ട് കൊടുത്താൽ മതി. ഫോർമുലയിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം ചെയ്ത് നോക്കിയാൽ, എഴുതി വെച്ചിട്ട് ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഈ ഫോർമുല ഇട്ട് ചെയ്ത് നോക്കിയേ. കിട്ടിയെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ചെയ്ത് നോക്കിക്കോ. ഞാനിവിടെ ചെയ്യാം. എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഫോർമുല തന്നാൽ പോരെ, എന്തിനാണ് ഇത്രയും സ്റ്റെപ്പ് ചെയ്യണത് അല്ലേ? പക്ഷെ നമുക്ക് ആ ചെയ്യാനായിട്ട് ഈ ഫോർമുല മറന്നു പോയാൽ നമുക്ക് ചെയ്യണമല്ലോ. നമ്മൾ അത്രയും കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് പഠിച്ചു തന്നെ നമുക്ക് പോവാം. ഓക്കെ, ചെയ്തു കഴിഞ്ഞാ? ഓക്കെ, കിട്ടി. മെൽവി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. യെസ്, ബിസ്മി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഒരു സംഖ്യയുടെ 66.2/3% 96 ആയാൽ അതിന്റെ 25% എത്ര? ഒരു സംഖ്യയുടെ, നമുക്ക് ആ സംഖ്യ അറിയില്ല അല്ലെ? അപ്പൊ ഒരു സംഖ്യയുടെ എക്സിന്റെ 66.2/3
3% 96 ആയാൽ അതിന്റെ എന്ത് കാണണം? അതിന്റെ 25% നമുക്ക് കാണണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്ക് ഫോർമുലയിലേക്ക് പോവാം. അപ്പൊ ഒന്ന് ചെയ്തു നോക്കിക്കോ. 66/2/3 കൺവേർട്ട് ചെയ്യാം. 66/2/3 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 66 × 3 എത്ര വരും? 66 × 3 പറയുമ്പോ നമുക്ക് വരുന്നത് 198 വരാം. ചെയ്തു നോക്കാം. 198 198 + 2 200. 200/3 അല്ലേ കിട്ടിയെന്ന് നോക്കിയേ. 66 × 3 + 2 200/3 ആണ് നമുക്ക് കിട്ടാം. ഓക്കെ, 200/3. അപ്പൊ ഇവിടെ x × 200 / 3 /100 = 96 അല്ലേ? നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എന്താ പറയാ? x × 200/3 × 1/100 = 96. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ പറയാ? 2/3x = 96 അല്ലേ വരണേ? എന്ന് വെച്ചാൽ നമുക്ക് x സമയം എന്ത് വരും? 96 × 2/3 അപ്പുറത്ത് പോകുമ്പോ എന്തായി? 3/2 ആയി. അതായത് നമുക്ക് x എന്ന് പറയുന്ന സംഖ്യ 96 × 3/2 ആണെന്ന് മനസ്സിലായി. നമുക്ക് കാണേണ്ടത് എന്താണ്? ഈ എക്സിന്റെ 25% അല്ലെ? നമുക്ക് അതിന്റെ 25% കാണാം. ഓക്കെ, 25% എന്ന് കണ്ടു. അപ്പൊ ഈ സംഖ്യയുടെ × 25/100 നമുക്ക് ചെയ്യാം. ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 4 കട്ട് ചെയ്ത് പോവാം. ഇവിടെ 2 4 2 8 16 2 16 4 1 4 4 24 8 12 × 3 നമുക്ക് 36 ആൻസർ വരും. ഓക്കെ, x 96 × 2/3/2 കിട്ടി. ഇനി അതിന്റെ 25% എന്ന് പറയുമ്പോൾ × 25/100 ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ ഈ കട്ട് ചെയ്ത് കളഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, 36 എത്തിയാ? വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാട്ടെ. ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കാം. S36 കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ മാത്രമാണ്. 96 × 2/3 ആണ് നമ്മുടെ എക്സിന്റെ 25% കാണണ്ടേ. എക്സ് ആണ് നമ്മുടെ സംഖ്യ. 25/100 ചെയ്തു. ഇവിടെ നമുക്ക് 25 100 തമ്മിൽ കട്ടായി പോകും. 100ൽ 4 പ്രാവശ്യം 25. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ 3 കട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, 2/3. സോറി, ഇവിടെ 3/2 ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയി. ഇവിടെ വരുന്നത് 3/2. ഓക്കെ, ഇവിടെ 3/2 3/2 അല്ലെ? ഇവിടെ 2 കട്ടാവുമ്പോൾ 4 2 8 16 2 2 16. ഇവിടെ വീണ്ടും 4 കട്ടാവും അല്ലെ? ഇപ്പൊ 12 × 3 എത്രയാ? 36 നമുക്ക് ആൻസർ വരും. ഓക്കെ, കിട്ടിയില്ലേ? 36 കിട്ടി. ഇതിനൊരു ഫോർമുല ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഒരു സംഖ്യയുടെ x% a ആയാൽ x% a ആയാൽ അതേ സംഖ്യയുടെ y% എന്ന് പറയുന്നത് y/x × a ആണ്. ഒരു സംഖ്യയുടെ x% എന്ന് പറയുന്നത്, ഇവിടെ സംഖ്യയുടെ x% എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ സംഖ്യയുടെ x% എന്ന് പറയുന്നത് 66/2/3 ആണ്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് a ആണ് അല്ലെ? a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 96 ആണ് അല്ലെ? അപ്പൊ y% എത്രയാന്ന് കണ്ടുപിടിച്ചു. നമ്പറുകൾ മാത്രം ഇട്ടാൽ മതി. ശതമാനം 100 അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് x എന്താണോ y എന്താണോ നമ്പർ മാത്രം ഇട്ട് കൊടുക്കുക.
66 2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200/3 നമുക്ക് പറയാം അല്ലെ. അപ്പൊ ചെയ്ത് നോക്കിയാൽ y/x × a. y എത്ര വരണേ? അതേ സംഖ്യയുടെ y ശതമാനം എന്ന് പറയുമ്പോ എത്രയാ? നമുക്ക് 25% അല്ലെ. 25% കാണണ്ടേ. y എന്ന് പറയുന്നത് 25. നമുക്ക് എന്ത് വരും? 25 ഡിവൈഡഡ് ബൈ x ശതമാനം എന്ന് പറയുന്നത് 200/3 ഇൻറ്റു a എന്ന് പറയുമ്പോ 96 വരാം അല്ലെ. ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 3/200 ഇൻറ്റു 96 വരാം. ഇവിടെ നമുക്ക് 8 പ്രാവശ്യം പോകും 25. ഇവിടെ എത്ര പ്രാവശ്യം പോകും? 1 8 8 16 2 16 5 3 36. കിട്ടിയായിരുന്നു അവിടെ? ഇവിടെ ചെയ്ത് നോക്കാം. 25 ഡിവൈഡ് ബൈ 200/3 നമ്മളിവിടെ എന്ത് ചെയ്യണം? 200/3 ഒറ്റ ഭിന്നസംഖ്യ അല്ലെ. 200/3 നമ്മൾ തിരിച്ചിടേണ്ടത്, റെസിപ്രോക്കൽ ഇടേണ്ടത്. ഓക്കെ. അപ്പൊ 25 ഇൻറ്റു 3/200 ഇൻറ്റു 96. അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. കിട്ടണില്ലേ നോക്കിയേ. ഒന്നുകൂടി കൺഫ്യൂഷൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. കിട്ടിയോ? ഉത്തരത്തിലേക്ക് എത്തിയോ നിങ്ങള്? ഈ ഫോർമുല വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്തിയോ? കൂടെ ചെയ്ത് കാണിക്കണോ? 36 കിട്ടിയില്ലേ? എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ് കേട്ടാ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. യെസ്. നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു കൺഫ്യൂഷൻ ഇതാണ്. ഒന്ന് നമ്മള് മിക്സഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ ഹരിക്കുമ്പോഴൊക്കെ റെസിപ്രോക്കൽ ഇടുന്ന കാര്യം, പിന്നെ കട്ട് ചെയ്ത് കളയുന്നത് തെറ്റിക്കാണ്ട് ചെയ്യാം. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സ്പീഡ് ആക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ബേസിക് മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ നമുക്കൊന്ന് ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സംഖ്യയുടെ 75% 45% തമ്മിലുള്ള വ്യത്യാസം 2700 ആണെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 75% 45% തമ്മിലുള്ള വ്യത്യാസം 2700 ആണെങ്കിൽ സംഖ്യ ഏത്? സംഖ്യ ഏതാ നമുക്ക് അറിയില്ല. ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഫോർമുലയ്ക്ക് ആക്കാം. ഒരു സംഖ്യ എന്ന് പറയുന്നത്, സംഖ്യ നമുക്ക് എന്താണ്? സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ. സംഖ്യ എക്സ്. ഓക്കെ. അപ്പൊ ഈ സംഖ്യയുടെ 75% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 75/100 അല്ലെ. അതും 45% വ്യത്യാസം എന്നാണ് പറയുന്നത്. വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഇടണം. എക്സ് ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2700 അല്ലെ. 2700 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. നമുക്ക് ഇത് രണ്ടിൽ നിന്നും എക്സിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എക്സിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോ എക്സ് ഇൻറ്റു അല്ലേ. ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന എക്സിന്റെ 75/100 എക്സിന് എടുക്കുമ്പോ ഇവിടെ എന്താണ്? 75/100 മൈനസ് ഇവിടെ നിന്ന് എക്സ് പോയി. ഇവിടെ എന്തുള്ളേ? -45/100 ഈക്വൽ ടു 2700. ഇവിടെ നോക്കാം, നമ്മുടെ ഛേദങ്ങൾ തുല്യമാണ്. ഇപ്പൊ അംശങ്ങൾ തമ്മിൽ നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചിട്ടാ മതി. 75 - 45 എത്രയാ? 30 അല്ലേ. ഇവിടെ എക്സ് ഇൻറ്റു 30/100 സമം 2700. ഓക്കെ അല്ലേ. നമ്മൾ എക്സ് സമം 2700 ഇൻറ്റു 100/30. ഓക്കെ. നമുക്കൊരു 0 അങ്ങ് വെട്ടിക്കളയാം. ഇവിടെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം അല്ലെ. 27 3
9 പ്രാവശ്യം പോവും. ഇവിടെ 900 വരും. 900 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 9000 നമ്മുടെ ആൻസർ വരും. ഇത്ര വന്നായിരുന്നു ഇവിടെ 9000 ആൻസർ കിട്ടിയായിരുന്നു അല്ലേ? ഓക്കെ, ക്ലിയർ ആയോ? ഇത് ക്ലിയർ? ചെയ്ത് കാണിക്കണമെങ്കിൽ ഒന്ന് പറയട്ടാ, ഒന്നുകൂടി പറഞ്ഞ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഒന്നുകൂടി പറയും. ഓക്കെ, ക്ലിയർ എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത്. നമുക്ക് അടുത്തേക്ക് പോവാം. നോക്കിക്കേ, 150 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 180 രൂപയായി വർദ്ധിച്ചാൽ വർധനവിന്റെ ശതമാനം എത്ര? ഇത് നമ്മൾ ലാഭവും നഷ്ടവും എന്നുള്ള ടോപ്പിക്കിലും പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ശതമാനത്തിലും വരും. അപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ്, 150 രൂപ വിലയുള്ള ഒരു സാധനം 180 രൂപയായിട്ട് വില വർദ്ധിച്ചു. എത്ര ശതമാനം വിലയാണ് വർദ്ധിച്ചത്? ഇത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? വർദ്ധിച്ച വില അഥവാ വർധനവ് ഡിവൈഡഡ് ബൈ വർധനവ്. ഏതിൽ നിന്നാണോ വർദ്ധിച്ചത് അല്ലെ? അല്ലെങ്കിൽ വർധനവ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്മുടെ അടിസ്ഥാന വില, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ വർദ്ധിച്ചത്, അല്ലെങ്കിൽ ആദ്യത്തെ വില ഇൻറ്റു 100 വരും. നമുക്കിവിടെ വർദ്ധിച്ചത് എത്രയാ? വർദ്ധിച്ചത് 30 ഏതിൽ നിന്നാണ് വർദ്ധിച്ചത്? അഥവാ ആദ്യത്തെ വില ഏതാണ്? 150 ഇൻറ്റു 100. വർധനവിന്റെ ശതമാനം നമുക്ക് കാണാം. ഇവിടെ 150-ല് 30 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും അല്ലെ? നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 100-ൽ 5 എത്ര പ്രാവശ്യം പോവും? 20 പ്രാവശ്യം പോവും. നമ്മുടെ ഉത്തരം എത്രയാ? നമുക്ക് 20% നമുക്ക് ഉത്തരം വരും അല്ലെ? 20% ഉത്തരം കിട്ടിയാ നിങ്ങൾക്ക്? ഓക്കെ, 20% ഉത്തരം കിട്ടി. ഓക്കെ, മനസ്സിലായോ? നമുക്ക് വർദ്ധിച്ചത് എത്രയാണോ ഡിവൈഡഡ് ബൈ ഏതിൽ നിന്നാണോ വർദ്ധിച്ചത് അതേ ഇൻറ്റു 100. കിട്ടിയാ? ഓക്കെ, ഇനി നോക്കി ഇതിന്റെ ഒരു ഫോർമുല നോക്കുക. വർധനവിന്റെ ശതമാനം സമം വർധനവ് ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്നത് ഇൻറ്റു 100. ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ എഴുതിയതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ഒരു വസ്തുവിന്റെ വില 300 രൂപയായിരുന്നു. അത് 350 വർദ്ധിച്ചു. അതിന്റെ വർധനവിന്റെ ശതമാനം എത്രയാണ്? എത്ര ശതമാനം വില വർദ്ധിച്ചു? നമുക്ക് എന്ത് ചെയ്യാം? 300 350 എത്രയാണോ വർദ്ധിച്ചത്? 50 രൂപ. ഏതിൽ നിന്നാണ് വർദ്ധിച്ചത്? 300-ൽ നിന്ന്. ഇൻറ്റു 100. നമുക്ക് കട്ട് ചെയ്ത് കളയാം. 50/3 വന്നു അല്ലെ? 50/3 വരുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യണം. 20 6 3 18 2 16 2/3% വില വർദ്ധിച്ചത്. കിട്ടിയാ? ഓക്കെ അല്ലേ? ഇപ്പൊ 300 350% വർദ്ധിച്ചു എന്ന്, 350 രൂപയായിട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് കണ്ടെത്തി. യെസ്, ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു പരീക്ഷയിൽ 60% കുട്ടികൾ വിജയിച്ചു അല്ലെ? 60% കുട്ടികൾ വിജയിച്ചു. പരാജയപ്പെട്ട കുട്ടികൾ 240 ആയാൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു എന്നാണ് നമ്മുടെ ചോദ്യം. ഒരു പരീക്ഷയിൽ 60% കുട്ടികൾ വിജയിച്ചു, പരാജയപ്പെട്ടത് 240. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. 60% കുട്ടികൾ വിജയിച്ചു എന്ന് പറയുമ്പോ പരാജയപ്പെട്ടവർ എത്ര ശതമാനമാണ്? പരാജയപ്പെട്ടവർ 40% അല്ലെ? പരാജയപ്പെട്ടവർ 40%. 40% പേര് പരാജയപ്പെട്ടു. ഈ 40% കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 240 അല്ലെ? നമ്മളോട് ചോദിച്ചത് ആകെ എത്ര കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ 40%-ന്റെ 100% കാണണം. എങ്ങനെ കാണാം? 240 ഡിവൈഡഡ് ബൈ 40
40% എന്ന് പറഞ്ഞാൽ 240 ഇൻറ്റു 100 ചെയ്യാം. വളരെ എളുപ്പത്തിൽ കാണാം. ഓക്കെ, വെട്ടിക്കളഞ്ഞു. 6 4 24, 6 × 100 600 നമുക്ക് ഉത്തരം വരും. ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം അല്ലെ, ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണമാണ് അല്ലെ ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞാൽ അതിന് 100% ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര ശതമാനമാണോ അത് ചെയ്യാം, ഇൻറ്റു 100 ചെയ്യാം. 600 ഉത്തരം പറഞ്ഞു. യെസ്. ഒരു ചോദ്യം പറയാം. ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 സംഖ്യ ഏതാണ്? 20% 200 ആണെങ്കിൽ അതിന്റെ 100% നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 20% 200 ആണെങ്കിൽ സംഖ്യ ഏത്? 20% 200 ആണെങ്കിൽ സംഖ്യ ഏത്? 20% 200 ആണെങ്കിൽ സംഖ്യ ഏത്? 20%ത്തിന്റെ 100% നമുക്ക് കണ്ടുപിടിക്കണം. എന്താ ചെയ്യണ്ടേ? 200 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 അല്ലേ? ഓക്കെ, എത്ര വരാം? 1000 അല്ലേ? 1000 ഉത്തരം വന്നു. കമന്റ് ബോക്സിൽ ഇത്ര 1000 വന്നിട്ടുണ്ട്. യെസ്, മനസ്സിലായോ? ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം തന്നിട്ടുണ്ടെങ്കിൽ 100% കാണണമെങ്കിൽ തന്നിട്ടുള്ള സംഖ്യ ഡിവൈഡഡ് ബൈ ആ പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്താൽ മതി. യെസ് യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കണ്ടുപിടിക്കുകയോ? നോക്കാം നമുക്ക്. എക്സിന്റെ 90% വൈയും. സ്ലൈഡ് ക്ലിയർ അല്ലേ ഇതില്? വൈയുടെ 80% ഇസഡുമായാൽ എക്സിന്റെ എത്ര ശതമാനമാണ് ഇസഡ്? ഒന്നും മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നമുക്ക് ഫോർമുലയൊക്കെ എഴുതാം. എക്സിന്റെ 90%, അതായത് എക്സിന്റെ 90/100 എന്ന് പറയുന്നത് വൈ ആണ്. വൈയുടെ 80%, വൈയുടെ 80/100 എന്ന് പറയുന്നത് ഇസഡ് ആണ്. അങ്ങനെയെങ്കിൽ എക്സിന്റെ എത്ര ശതമാനമാണ്, എക്സിന്റെ എത്ര ശതമാനമാണ് ഇസഡ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എല്ലാവരും എഴുതിയോ? എങ്ങനെ ചെയ്യാമെന്ന് ചെയ്ത് നോക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഞാനൊന്ന് തുടങ്ങാം. നമുക്കിവിടെ ആദ്യത്തെ ഫോർമുല നോക്കാം. എക്സ് ഇൻറ്റു 90/100 ഈക്വൽ ടു വൈ ആണ് അല്ലെ? അതായത് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 90/100. ഓക്കെ, നമ്മുടെ ഫൈനൽ ഫോർമുലയിൽ മൂന്നാമത്തെ ഫോർമുലയിൽ എക്സും ഇസഡ് ആണുള്ളത്. അപ്പൊ നമുക്കിതിന് എക്സും ഇസഡ് ഉള്ള ഒരു ടേമിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരണം. ഇവിടെ വൈ സമം എക്സ് ഇൻറ്റു 90/100 ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുലയില് വൈയുടെ സ്ഥാനത്ത് എക്സ് ഇൻറ്റു 90/100 കൊണ്ടുവച്ചൂടെ? ഇത് നമ്മുടെ ഒന്നാമത്തെ ഫോർമുല, നമ്മുടെ രണ്ടാമത്തെ ഫോർമുല, നമ്മുടെ മൂന്നാമത്തെ ഫോർമുല അല്ലേ? നമുക്ക് ഈ ഒന്നാമത്തെ ഫോർമുലേനെ വൈ ഈസ് ഈക്വൽ ടുനെ രണ്ടാമത്തേൽ കൊണ്ട് പ്ലേസ് ചെയ്തൂടെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2. ഓക്കെ, ഇപ്പൊ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാ വരണേ? എക്സ് ഇൻറ്റു 90/100 ഇൻറ്റു 80/100 സമം ഇസഡ്. ഉത്തരം കിട്ടിയോ? കമന്റ് ബോക്സ് ഉത്തരം വന്നിട്ടുണ്ട്. യെസ്, ബിസ്മി ബാബു ഫസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ട്.
ഉത്തരം ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ 90 ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 9 × 8 72. എക്സ് ഇൻറ്റു 72/100 സമം ഇസഡ് വന്നു. ഇന്നാണ് മൂന്നാമത്തെ ഫോർമുലയിലേക്ക് ഒന്ന് പോയേ നിങ്ങള്. മൂന്നാമത്തെ ഫോർമുല എന്താണ്? മൂന്നാമത്തെ ഫോർമുലയിലേക്ക് ഒന്ന് പോയി നോക്കിയേ, അവിടെ എന്റെ എഴുതി വെച്ചേക്കണേന്ന്. മൂന്നാമത്തെ ഫോർമുലയില് എക്സ് ഇൻറ്റു അല്ലേ, എക്സ് ഇൻറ്റു -100 = ഇസഡ് ആണ്. എക്സിന്റെ എത്ര ശതമാനമാണ് ഇസഡ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? എക്സിന്റെ 72% ഇസഡ് എന്ന് മനസ്സിലായി. കണ്ട കണക്ഷൻ പിടികിട്ടിയ? എക്സിന്റെ 72% ഇസഡ് എന്ന് നമുക്ക് കിട്ടി. നോക്കിയാണോ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഉത്തരം ഓപ്ഷൻ എ 72 ഉണ്ട്. യെസ്. ഇനി പറഞ്ഞു തരണം ആരെങ്കിലും, ഇനി ഒന്നും കൂടി പറഞ്ഞു തരണോ? പറഞ്ഞു തരണമെങ്കിൽ ഒന്ന് പറയും. ഒന്നും ചെയ്തില്ല, നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഈ ഒന്നാമത്തെ ഫോർമുലേനെ കൊണ്ട് രണ്ടാമത്തേൽ ഇട്ടു. ഈ വൈയുടെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ വൈന്റെ സ്ഥാനത്ത് കൊണ്ട് ഇട്ടു. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, ഒന്ന് പറയാമോ ആരൊക്കെയാണ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ? ഞാൻ ഒന്നും കൂടി ഇത് പറഞ്ഞുതരാം. ഓക്കെ, അടുത്തേക്ക് പോട്ടെ. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാണ്. മനസ്സിലായോ മനസ്സിലായില്ലേന്ന് സംശയമുള്ള കുറച്ച് പേരുണ്ട് എനിക്ക് തോന്നുന്നു. ചെയ്ത് നോക്കിയിട്ടൊന്ന് ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ. അടുത്ത പ്രോബ്ലത്തേക്ക് പോവാം. ഒരു പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ 50% മാർക്ക് ലഭിക്കണം. ഒരു കുട്ടിക്ക് 172 മാർക്ക് കിട്ടിയപ്പോൾ 28 മാർക്കിന്റെ കുറവ് കൊണ്ട് വിജയിച്ചില്ല എങ്കിൽ ആ പരീക്ഷയുടെ പരമാവധി മാർക്ക് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒരു പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടണം? 50% മാർക്ക്. ആ കുട്ടിക്ക് 172 മാർക്ക് കിട്ടിയപ്പോ 28 മാർക്കിന്റെ കുറവ് കൊണ്ട് വിജയിച്ചില്ല എങ്കിൽ പരീക്ഷയുടെ പരമാവധി മാർക്ക്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ആ കുട്ടിക്ക് 172 മാർക്ക് കിട്ടി, 28 മാർക്കിന്റെ കുറവ് കൊണ്ടാണ് ആ കുട്ടി തോറ്റത്. അപ്പൊ ആ കുട്ടിക്ക് എത്ര മാർക്ക് ആകെ ഉണ്ടായിരുന്നു? ആ കുട്ടി ജയിച്ചേനെ 172 28 കൂടി കൂട്ടാം, 200 മാർക്ക് കിട്ടിയെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ അല്ലേ? ഓക്കെ, ഉത്തരം വന്നു. വെരി ഗുഡ്. നീതു ഫ്രാൻസിസ് ശാപ്പന ഉത്തരം വന്നു. 200 മാർക്ക് കിട്ടിയെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. 200 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം മാർക്കാ? 50% മാർക്കാണ്. 50% എന്ന് പറയുന്നത് 200 ആണെങ്കിൽ അതിന് 100% കാണ്. 100% എങ്ങനെ കാണാൻ നമ്മൾ പഠിച്ചേ? ഉത്തരം വന്നൂടെ? 400 ഉണ്ടാ ഉത്തരം. നമ്മൾ എന്ത് ചെയ്താൽ മതി? 200/50 × 100. ഒന്നുമില്ല, ഇതിന്റെ ഇരട്ടി കണ്ടാൽ മതി അല്ലെ? 50% 200 ആണെങ്കിൽ പിന്നെ 100% എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയാണല്ലോ, 100 ആണല്ലോ. ഓക്കെ, അല്ല 400 ആണല്ലോ. യെസ്, ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ അല്ലേ? ചോദ്യം ഒന്ന് വായിച്ച് എടുത്താൽ മതി. നമുക്ക് ചോദ്യം വായിച്ചെത്താത്തവരുണ്ടോ? ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സമയം എടുക്കുന്ന ആൾക്കാരുണ്ടാവും മാത്സിന്. അവരെന്ത് ചെയ്യുക? ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കി ചെയ്ത് നോക്കാം. വേണ്ട, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സ്പീഡിൽ പോവും. പിന്നെ നമ്മൾ നേരിട്ട് നിങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ചില ഫോൾട്ട് ചിലപ്പോൾ ഉണ്ടാവും. കുറെ പേര് ഉത്തരം വേഗം പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കിയിട്ട് ഇത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടാവുന്നതുള്ളൂ ഇത് കേട്ടാ. കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്, സ്പീഡ് കൂടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അടുത്തേക്ക് പോവാം. ഗുണനം ഹരണമൊക്കെ നമ്മൾ വേഗം സ്പീഡാക്കണം കേട്ടാ, പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട്. അടുത്ത ചോദ്യമാണ്, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിന്റെ 20% കുറവാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കൂടുതലാണ്? നമുക്ക് എ ഉണ്ട് ബി ഉണ്ട് അല്ലെ? ഫോർമുല ഉണ്ട് കേട്ടോ ഇതിന്. നമുക്ക് അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ, എയുടെ ശമ്പളം എന്ന് പറയുന്നത് ബിയുടെ ശമ്പളത്തിന്റെ 20% കുറവാണ്.
ഞാൻ പറയട്ടെ, ബിയുടെ ശമ്പളം 100 എയുടെ ശമ്പളം എത്രയാ? എയുടെ ശമ്പളം എത്രയാ വരാ? എയുടെ ശമ്പളം എന്ന് പറയുന്നത് 80 അല്ലേ വരാ? 20% കുറവാന്ന് പറയുമ്പോ ബിയുടെ ശമ്പളം 100%. അതിനേക്കാൾ 20% കുറയുന്ന പറയുമ്പോ കുറവെന്ന് പറയുമ്പോ 80% വരാ. നമ്മളോട് ചോദിച്ചേക്കുന്നത് ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കൂടുതലാണ്? എത്ര ശതമാനം കൂടുതൽ? നമ്മൾ എന്ത് ചെയ്യണം? 20 കൂടുതൽ എത്രയാ? വർധനവ് എത്രയാ? 20. എത്രയിൽ നിന്നാണ് വർധനവ്? 80 നിന്നാണ് അല്ലേ? ഇൻറ്റു 100. ഇവിടെ 1/4 അല്ലെ? ഇവിടെ 25. നമ്മൾ ഉത്തരം എത്രയാ? 25%. കിട്ടിയോ എല്ലാവർക്കും? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നാണോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തിന് 20% കുറവാണ്. ബിയുടെ ശമ്പളത്തിന് 20% കുറവ്. അപ്പൊ നമ്മൾ ബിയുടെ ശമ്പളം 100% എടുത്തു. അതിനേക്കാളും 20% കുറവാണ് എയുടെ ശമ്പളം അല്ലേ? നമ്മളോട് ചോദിക്കുന്നതാണ് ബിയുടെ ശമ്പളം എന്ന് പറയുന്നത് എയുടെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കൂടുതലാണ്? 20 രൂപ അല്ലെങ്കിൽ 20% കൂടുതൽ കിട്ടുന്നുണ്ട് ബിക്ക് എയിനേക്കാളും. നമ്മുടെ വർധനവ് നമ്മുടെ 20 ഒറിജിനൽ നമുക്ക് 80 നിന്നാണ് വർദ്ധിക്കുന്നത്. ഇൻറ്റു 100 ചെയ്തിട്ട് നമുക്ക് 25% ഉത്തരം കിട്ടി. ഇതിന്റെ ഫോർമുല പറഞ്ഞു തരട്ടെ. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തെക്കാൾ X% കുറവാണെങ്കിൽ, ഇവിടെ നമ്മുടെ X 20 കുറവാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടേതിനേക്കാൾ X/100 - X × 100% കൂടുതലായിരിക്കും. എക്സിന്റെ യൂണിറ്റ് ചെയ്താൽ നമ്മൾ അല്ല X എന്ന് വെച്ചാൽ എത്ര വരണേ? ഇവിടെ 20 അല്ലെ? 20/80 × 100. നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണിത് അല്ലെ? നമ്മൾ അത് തന്നെ, അതിലേക്ക് തന്നെയാണ് ഇത് എത്താം. ഫോർമുല പഠിച്ചു വെക്കണവർക്ക് ഫോർമുല പഠിച്ചു വെക്കാം. ഫോർമുല എഴുതി വെച്ചോ. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഒരെണ്ണം കൂടി ചെയ്യാം നമുക്ക്, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എഴുതി കഴിഞ്ഞോ? ബൈ 80 × 100 അല്ലേ? ഓക്കെ. 4 അടുത്തേക്ക് പോട്ടാ. അടുത്ത് നോക്കാം. രമേശിന്റെ വരുമാനം മനോജിന്റെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ് എങ്കിൽ മനോജിന്റെ വരുമാനം രമേശിന്റെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കിവിടെ രമേശുണ്ട്, മനോജും ഉണ്ട് അല്ലേ? നമ്മുടെ ചോദ്യം എന്താണ്? രമേശിന്റെ വരുമാനം മനോജിന്റെ വരുമാനത്തെക്കാൾ 25% കൂടുതലാണ്. മനോജിന്റെ വരുമാനം 100% വിചാരിച്ചോ, 100 വിചാരിച്ചോ. മനോജിനേക്കാളും 25% കൂടുതലാണ് രമേശിന്റെ വരുമാനം എന്നുണ്ടെങ്കിൽ രമേശിന്റെ വരുമാനം എത്രയായിരിക്കും? 125 അല്ലേ? 125 ആയിരിക്കുക. എങ്കിൽ മനോജിന്റെ വരുമാനം രമേശിന്റെ വരുമാനത്തെക്കാൾ എത്ര കുറവാണ്? മനോജിന് എത്ര കുറവാന്ന് ചോദിച്ചേനെ. നമ്മൾ നേരത്തെ കൂടുതൽ കാണാനായിട്ട് വർധനവ് ബൈ ഒറിജിനൽ കൊടുത്തോണം. ഇവിടെ എന്ത് ചെയ്യണം? എത്ര കുറവാണെന്ന് ചോദിച്ചേക്കണേ. ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുക, വ്യത്യാസം എടുക്കുക. അപ്പൊ എന്തിൽ നിന്നാണോ കുറഞ്ഞത് അല്ലെ? എന്തിൽ നിന്നാണോ കുറയുന്നത്, ഏതിൽ നിന്നാണോ കുറയുന്നത് അത് ഇൻറ്റു 100. അതാണ് നമ്മളോട് ചെയ്യേണ്ടത്. ഏതിൽ നിന്നാണോ കുറയുന്നത് ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, ഇൻറ്റു 100 ചെയ്യണം. ഇവിടെ നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് 25 ആണ്. കുറയുന്നത് ഏതിൽ നിന്നാണ്? 125 നിന്നാണ്.
നമ്മൾ ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ 1 25 125 5 പ്രാവശ്യം പോവും. ഇവിടെ എത്ര വരും? 2 20. നമുക്ക് 20% നമ്മൾ ഉത്തരം വരാൻ. കിട്ടിയോ? നമ്മൾ കുറവ് കണ്ടുപിടിക്കാനായിട്ട് ഏതിൽ നിന്നാണോ കുറയുന്നത് അല്ലെ, ആ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഏതിൽ നിന്നാണോ കുറയുന്നത് ആ നമ്പർ എഴുതാം, ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ ആണോ? ഫോർമുല കാണിച്ചു തരാം. എഴുതി കഴിഞ്ഞെങ്കിൽ ഫോർമുല കാണിച്ചു തരാം. ഓക്കെ, കിട്ടിയോ? ഉത്തരത്തിലേക്ക് എത്തിയാ? യെസ്. ഇപ്പോ എഴുതിക്കോ. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തെക്കാൾ X% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം, നമ്മൾ ഇത്ര 25% പറഞ്ഞു, കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ X/100 + X × 100% കുറവായിരിക്കും. ഫോർമുല എഴുതി നോക്കാം, ഫോർമുല ഇട്ടിട്ടൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, X/100 + X × 100%. 25 നമ്മൾ ഈ ചെയ്ത് തന്നെയാണ് കേട്ടോ. 125/125 100 തന്നെയാണ് എത്താ അല്ലേ? അത് തന്നെയാണ് സംഗതി. ഫോർമുലയായിട്ട് നമ്മൾ എഴുതി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇന്നത്തെ നിർത്താം അല്ലെ. പെർസെൻറ്റേജ് ഒരു ക്ലാസ്സും കൂടി ചെയ്താലാണ് നമ്മുടെ എല്ലാ ടൈപ്പും നമുക്ക് പറഞ്ഞു കഴിയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യനോ സ്ലൈഡോ കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ.